ശ്രീ കെ എം ആന്റണി, ഇവിടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. കടത്തിയ സ്വർണം എവിടേക്ക്, രാജ്യം വിട്ടോ എന്നുള്ളതും വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. പ്രവാസി വ്യാപാരി പറഞ്ഞതുപോലെയാണെങ്കിൽ ഇത് അന്താരാഷ്ട്ര ബന്ധമുള്ള മാഫിയ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് വിറ്റ് കോടികൾ ആരൊക്കെ സമ്പാദിച്ചു എന്നുള്ളതിനും വ്യക്തതയില്ലാതെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി വരികയല്ലേ? CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഊട്ടിയുറപ്പിക്കുകയല്ലേ നിലവിലെ സാഹചര്യത്തിൽ? നിലവിലെ സാഹചര്യത്തില് കേരള പോലീസ് അന്വേഷിച്ച ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജിലേക്ക് എത്തി. കാരണം ഇതിലെ പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്തു. അവരെയൊക്കെ റിമാൻഡ് ചെയ്യുകയും തിരിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് കൂട്ടിയിരുത്തി ഒരുമിച്ച് ചോദ്യം ചെയ്ത് ഇതിന്റെ തെളിവുകൾ ശേഖരിച്ച ഒരവസ്ഥയിലാണ്. എത്രമാത്രം തെളിവുകൾ കിട്ടിയെന്നോ എത്രമാത്രം സ്വർണം റിക്കവർ ചെയ്തിട്ടുണ്ടെന്നോ ഉള്ളത് നമ്മൾ മാധ്യമങ്ങളിൽ കൂടി വരുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ മറ്റ് ഏതൊക്കെ തെളിവുകൾ ഇപ്പം ഈ കേസിലെ പ്രതികളെ ശിക്ഷിപ്പിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ അന്വേഷണ ഏജൻസിക്ക് എന്നുള്ളത് അത് ഇനിയും കോടതി എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഇതിലിപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പം നിലവിൽ തന്നെ ഗോവർദ്ധൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡി മണി, പിന്നെ പങ്കജ് ഭണ്ഡാരി, പിന്നെ ഇപ്പൊ കേരളത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇത് 3 സംസ്ഥാനം ഇപ്പോൾ തന്നെ ആയിട്ടും അതിനെ കൂടെ ഹൈദരാബാദ് ഒക്കെ ഇത് പോയിരുന്നു എന്നും അവിടെയൊക്കെ പ്രദർശിപ്പിക്കുകയോ പൂജ നടത്തുകയോ ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ കുറ്റകൃത്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. വലിയൊരു റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇപ്പൊ ഇതിൽ പിടിക്കാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് പിടിച്ച ഈ പറഞ്ഞ ഗോവർദ്ധനും അതുപോലെ തന്നെ മറ്റേ ഭണ്ഡാരിയും അവർ രണ്ടുപേരും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണം തുടർന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ അന്വേഷണ ഏജൻസി. കാരണം അവരിൽ നിന്ന് കിട്ടാനുള്ള തെളിവുകൾ കിട്ടി. ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ചെല്ലുമ്പോൾ അത് അന്വേഷണം നിൽക്കുന്ന അവസ്ഥയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകൾ അല്ല, അത് മാത്രമല്ല ഞാൻ ഒന്ന് ഇടപെട്ട് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ ഗോവർദ്ധൻ തന്നെ അയാളുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്, വളരെ വിചിത്രമായി തോന്നി, അയ്യന്റെ സ്വർണ്ണമാണ്, അയ്യപ്പന്റെ സ്വർണ്ണമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ അതിന് തത്തുല്യമായ ഒരു സ്വർണ്ണമാല അവിടെ വയ്ക്കുകയുണ്ടായി, നടയിൽ വയ്ക്കുകയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ആ സ്വർണം തനിക്ക് ലഭിച്ചു എന്ന് പറയുന്നു, അതിന് തത്തുല്യമായ ഒരു സ്വർണം തിരികെ നൽകി എന്നും പറയുന്നുണ്ട്. താങ്കൾ പറയുന്നത് പോലെ ഈ അന്വേഷണം പല ഘട്ടങ്ങളിലും എത്തി നിൽക്കുമ്പോൾ ഇത് ചില വ്യക്തികളിൽ മാത്രമായി കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അല്ലേ? അതെ, ഇപ്പം ഗോവർദ്ധൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കക്കുന്നവനുമാണ്, അതേസമയം അയ്യപ്പന്റെ ഭക്തനുമാണ്, അയ്യപ്പന്റെ സ്വർണം കൊടുക്കുന്നവനുമാണ് എന്നുള്ള നിലയിലാണ് അയാൾ ഇപ്പൊ പറയുന്നത്. അപ്പൊ അതിനകത്തൊരു വിരോധാഭാസമുണ്ട്. എന്താണ് നമ്മൾക്കത് എന്താണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇവർ ഇനിയിപ്പോ രണ്ടാമത് കസ്റ്റഡിയിൽ എടുത്ത് എന്തെങ്കിലും ചോദിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കണമെങ്കിൽ വേറെ പുതിയ ഏതെങ്കിലും വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രം നടക്കുള്ളൂ. അതിനുള്ള സാധ്യതകൾ ഇപ്പൊ കാണുന്നില്ല ഇനി അങ്ങോട്ട്. ഞാൻ മുമ്പ് പറഞ്ഞു വന്നത് CBI അന്വേഷണം അത് ഇന്നലെ മിനിങ്ങാന്നോ ആ തമിഴ്നാട്ടിൽ ഡിണ്ടുകളിൽ പോയിട്ട് ഈ പറഞ്ഞ ഡീമണിയെ ചോദ്യം ചെയ്ത സമയത്ത് ലോക്കൽ പോലീസ് അവരെ സഹകരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസിന്റെ സഹകരണം കിട്ടിയില്ല എന്നും പുറത്ത് വിവരങ്ങൾ വരുന്നുണ്ട്. CBI അന്വേഷിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം അവർക്ക് കേന്ദ്രീകൃതമായ ഒരു സംവിധാനമുണ്ട്. ഏത് സംസ്ഥാനത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും ആ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. ഇപ്പൊ കേരള പോലീസ് അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും NIA അന്വേഷിച്ചാലും ആരന്വേഷിച്ചാലും അയ്യപ്പന്റെ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടണം, ഈ കേസ് തെളിയണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. ഇത് മാത്രമേ ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുള്ളൂ. അപ്പൊ CBI അന്വേഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫലവത്തായിട്ട് അവർ അതിനകത്ത് പരിശീലനം സിദ്ധിച്ച് ഈ രീതിയിലുള്ള കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ളതും കൃത്യമായ മോണിറ്ററിങ്ങും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. പല സംസ്ഥാനങ്ങളും പല ഭാഷകളും ഒരേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ അവിടെ അന്വേഷണം പ്രായോഗികമായിട്ട് ഫലവത്തായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം CBIക്കുണ്ട്. CBI ഇപ്പൊ ആരെ അന്വേഷിക്കണമെന്നുള്ളതല്ല. SIT സംബന്ധിച്ചിടത്തോളം അവരന്വേഷിച്ച് അവരുടെ അന്വേഷണം മോശമാണെന്നല്ല പറഞ്ഞതിനർത്ഥം. കാരണം ഒരു പരിധി വിട്ട് SITക്ക് പോകാൻ പറ്റില്ല. കാരണം കേരള സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതാണ്. അത് പ്രത്യേക പരിമിതികളുണ്ട്, ഭാഷാപരമായ പരിമിതിയുണ്ട്, ദൂരപരമായ പരിമിതിയുണ്ട്. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അന്തർദേശീയ ബന്ധങ്ങളുള്ള കേസായിട്ട് തന്നെയാണ് ഇത് മാറുന്നതെങ്കിൽ CBI തന്നെ ആയിരിക്കാം അത് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ CBI അന്വേഷിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഉചിതമായിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ SIT അല്ലെ കേരള പോലീസോ അന്വേഷിച്ച് പരാജയപ്പെട്ടു എന്നുള്ളത് ആ ഒരു അവസ്ഥയിലല്ല ഞാനിത് പറയുന്നത്. എന്തായിരുന്നാലും ഈ കേസിലെ ഒരു കൃത്യമായ സത്യസന്ധമായിട്ടുള്ള ഫലവത്തായിട്ടുള്ള ആ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലും നഷ്ടപ്പെട്ടു പോയ ഈ സാധനങ്ങൾ തിരികെ ലഭിക്കുന്ന രീതിയിലും ഉള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ആവശ്യം. അതാണ് ഈ ഭക്തരും അല്ലാതെ ഉള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതിനിപ്പോ CBI ആണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നഷ്ടപ്പെട്ട സ്വർണം എവിടെ, നഷ്ടപ്പെട്ട അയ്യപ്പന്റെ വസ്തുക്കൾ എവിടെ എന്നുള്ളത് തന്നെയാണ്. അതെ, അത് തിരികെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം.